Why are we hesitant in operating our faith or gifts? ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ദൈവിക ദാനങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം തന്നെ ഒരു ദാനമാണ്. ഇത് നാം ഉപയോഗിക്കാത്തതിൻ്റെ കാരണം എന്നാണ്? പലരും ഉപയോഗിക്കാത്തതിൻ്റെ കാരണം എന്നാണ്? നമ്മൾ 5 കാരണങ്ങളെ പഠിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇത് പലരും ഉപയോഗിക്കാത്തത്? ഇല്ലാഞ്ഞിട്ടല്ല. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഓരോരുത്തർക്കും അവനവൻ്റെ അളവ് പോലെ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? അവനവൻ്റെ പ്രാപ്തി പോലെ ദൈവം വിശ്വാസത്തെ നൽകി കൊടുത്തിട്ടുണ്ട്, ദാനങ്ങളും ഗിഫ്റ്റ്സ് നൽകി കൊടുത്തിട്ടുണ്ട്. ഇത് തന്നേക്കുന്നതല്ല എന്തിനു വേണ്ടിയാ? ടു ഓപ്പറേറ്റ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ ബോഡി. ദൈവത്തിൻ്റെ സഭയാം ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ഉത്തേജനത്തിനും വേണ്ടിയാണ് ദൈവം ഇതെല്ലാം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപകളെ കൊണ്ട് നാം അന്യോന്യം ശുശ്രൂഷ ചെയ്യണമെന്ന്. വി ഹാവ് ടു മിനിസ്റ്റർ വൺ another. എന്നാൽ പലരും അത് ഉപയോഗിക്കാത്തതിൻ്റെ കാര്യം എന്നാ? 5 കാരണങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അങ്ങോട്ട് പോകുന്നില്ല. ഇനി നമ്മുടെ മുമ്പിലത്തെ വെള്ളിയാഴ്ച മെസ്സേജൊക്കെ കേട്ടെ. ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് 6ാമത്തെ കാരണമാണ്. ബിക്കോസ് ഓഫ് ഇഗ്നറൻസ്. നമുക്കറിയില്ല അങ്ങനൊരു കൃപ നമുക്ക് ഉണ്ടെന്നുള്ളത്. നമുക്കറിയില്ല, പലർക്കും അറിയില്ല. ദൈവം അങ്ങനൊരു കൃപ നമുക്ക് നൽകി തന്നിരിക്കുന്നുവെന്ന്, അങ്ങനൊരു ദാനം നമുക്ക് നൽകി തന്നിരിക്കുന്നുവെന്ന്, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ അങ്ങനൊരു കാര്യം ഉള്ളടക്കം ചെയ്തിരിക്കുന്നുവെന്ന് പലർക്കും എന്ത് ചെയ്യത്തില്ല? അറിയത്തില്ല. എൻ്റെ അവകാശങ്ങളെക്കുറിച്ച്, ഒരു ദൈവവൈതലായി തീർന്നാൽ എനിക്കുള്ള അനുഭവങ്ങളെക്കുറിച്ച്, അവകാശങ്ങളെക്കുറിച്ചൊന്നും എനിക്കെന്തില്ല? ഒരു ബോധവും ഇല്ല. ഇവിടം വരുന്നു, പോകുന്നു, 10 രൂപ സ്തോത്രക്കാഴ്ച ഇടുന്നു, വേണ്ട 100 ആയിക്കോട്ടെ, ഇടുന്നു, സ്തോത്രക്കാഴ്ച ഇടുന്നു, പോകുന്നു എന്നല്ലാതെ ഒരു വിഷയം വന്നാൽ എന്നിലുള്ള കൃപകളെ ജ്വലിപ്പിക്കുവാൻ എനിക്കറിയത്തില്ല. അത് ഉണ്ടെന്ന് പോലും എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറയുമ്പോൾ ഒരു കാര്യം പറയുന്നു, മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ നിനക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരത്തെ നീ എന്ത് ചെയ്യണം? അതിൻ്റെ അർത്ഥം എന്നാ? ഈ പുള്ളിക്ക് അറിയില്ലായിരുന്നു. മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ ചില കൃപകൾ ഇവൻ്റെ മേലിലേക്ക്, ഇവനിലേക്ക് ഇമ്പാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്ന്, കൊടുക്കപ്പെട്ടിരിക്കുന്നുവെന്ന്, ലഭിച്ചിരിക്കുന്നു എന്ന് തിമോത്തിയോസിന് അറിഞ്ഞില്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തില്ല? ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, യു ഹാവ് ടു യൂസ്. നീ അത് ഉപയോഗിച്ചേ പറ്റൂ. ഇനി ഞാനില്ല നിൻ്റെ കൂടെ. ഇങ്ങനെ ഇന്നും പലരുടെയും ജീവിതം അങ്ങനെ തന്നെ. ദേ ആർ ഇഗ്നറന്റ് ഓഫ് ദെയർ അതോറിറ്റീസ്. അവർക്ക് ലഭിച്ചിരിക്കുന്ന അധികാരത്തെക്കുറിച്ച്. നീ ഒരു ദൈവവൈതലായി തീർന്നപ്പോൾ ദൈവം നൽകിയ അവകാശങ്ങളും അധികാരങ്ങളും നൽകി തന്നിട്ടുണ്ട്. യോഹന്നാൻ പറയുന്നത് ശ്രദ്ധിച്ച്, കാൺമീൻ നാം ദൈവമക്കളാ. അപ്പോസ്തലനായ പൗലോസ് വേറെ ഭാഗത്ത് പറയുന്നു, മക്കളെങ്കിലോ നിങ്ങൾ അവകാശികളുമാ. അബ്രഹാമിൻ്റെ സകല അനുഗ്രഹങ്ങൾക്കും നീ കൂട്ടവകാശിയായി തീർന്നിരിക്കുന്നു. സോ ഒരു ദൈവവൈതൽ എന്നുള്ള രീതിയിൽ, മറ്റേക്കെ പോട്ടെ, പാസ്റ്റർമാർ, ഉപദേശകന്മാരൊക്കെ പോട്ടെ, ഒരു ദൈവവൈതൽ എന്നുള്ള രീതിയിൽ എനിക്ക് ദൈവം തന്നിരിക്കുന്ന കുറേ അവകാശങ്ങളും അധികാരങ്ങളുമുണ്ട്. എന്നിൽ എന്നിൽ സംക്ഷിപ്തമാക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തിന് ചിലതൊക്കെ ചെയ്യാനായിട്ട് കഴിയും. കർത്താവ് പറഞ്ഞൊരു വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് പറഞ്ഞിവിടുന്ന് കടലിൽ പോകാൻ പറഞ്ഞാൽ അങ്ങ് സംഭവിച്ചിരിക്കും. ഇത് നമ്മളോടും കൂടെ പറഞ്ഞതാ. നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തി എത്രമാത്രമാണെന്ന്, അല്ലെങ്കിൽ ഈ വിശ്വാസത്തിന് എന്ത് പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് നമുക്കറിയത്തില്ല. വി ആർ ഇഗ്നറന്റ് ഓഫ് ഇറ്റ്. പിശാചിൻ്റെ ആഗ്രഹം അത് തന്നെ. നിൻ്റെ അവകാശങ്ങളെക്കുറിച്ച്, നിൻ്റെ അധികാരത്തെക്കുറിച്ച്, ദൈവം നിനക്ക് നൽകി തന്നിരിക്കുന്ന ദൈവകൃപയുടെ വ്യാപ്തിയെക്കുറിച്ച്, ശക്തിയെക്കുറിച്ച് നീ എന്ത് ചെയ്യരുത്? അറിയരുത്. അതിനെന്തോ ചെയ്തു? ഈ ലോകത്തിൻ്റെ ദൈവം
നമ്മുടെ കണ്ണ് കുരുടാക്കി. അതുകൊണ്ട് തന്നെ നമ്മൾ പുസ്തകം പോലും വായിക്കുന്നില്ല. ഇപ്പോൾ വേറെ പുസ്തകം വായിക്കുന്നില്ല. വായിച്ചാൽ തന്നെ എന്ത് ചെയ്യത്തില്ല, ഗ്രഹിക്കാൻ കഴിയുന്നില്ല. പുസ്തകം എടുക്കുമ്പോഴത്തേനും നമുക്ക് എന്ത് ചെയ്യുക, കണ്ണിന് ഭാരം ഏറി നമ്മളങ്ങ് ഉറങ്ങിപ്പോവുക. അപ്പോൾ എന്തോ വേണം, നമ്മൾ നമ്മുടെ അധികാരങ്ങളെക്കുറിച്ച്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവകൃപകളെക്കുറിച്ച്, നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണെന്നുള്ളതിനെക്കുറിച്ച് നീ അറിയണം. അതാ കർത്താവ് പറഞ്ഞത്, അറിഞ്ഞാൽ നീ സ്വതന്ത്രനായി, അതറിഞ്ഞാൽ നിനക്ക് വിടുതൽ കിട്ടി. അപ്പം പലരും അവർക്ക് ലഭിച്ചിരിക്കുന്ന, അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് അവർ അത് ഉപയോഗിക്കാത്തത്. എന്തോ വേണമെന്ന്, അതെന്തുവാണെന്നറിയണം. അറിയാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, വേദപുസ്തകം വായിക്കണം. അവസരം കിട്ടുമ്പോഴൊക്കെ. ഇനി വായിക്കാൻ അറിയാത്തവരെന്ത് ചെയ്യണം, ഓഡിയോ ബൈബിൾസ് ഇപ്പം അവൈലബിളാണ്. നിങ്ങളുടെ മൊബൈലിൽ മറ്റു പലതും കയറ്റി വയ്ക്കാതെ ഇതെന്ത് ചെയ്യേ, വേദപുസ്തകം കയറ്റി വെച്ചിട്ട് സമയം കിട്ടുമ്പോൾ എന്ത് ചെയ്യേ, അത് കേട്ടോണ്ടിരിക്കുക. വചനം പറയുന്നു, വിശ്വാസം കേൾവിയാൽ. എന്തോ കേൾക്കുന്നതിനാൽ, ദൈവവചന കേൾവിയാൽ. ശരിയായ പരിഭാഷ അങ്ങനെ, ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ് ദ വേർഡ് ഓഫ് ഗാഡ്. വിശ്വാസം ദൈവവചനം കേൾക്കുന്നതിനാലാ നിൻ്റെ ജീവിതത്തിൽ വർദ്ധിക്കുന്നത്. അതിന് നമ്മളീ കേൾക്കുന്ന മുഴുവൻ എന്തുവാ, കുത്തിക്കൊന്നതും ചാടിപ്പോയതും, അതെ വിശ്വാസം കെടുത്തുന്ന കാര്യങ്ങൾ. എന്നിട്ട് പറയും, എൻ്റെ പാസ്റ്ററേ എന്തോ ഒരു ദുഷ്ട ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നോട് എന്തോ ഒരു സാധ്യതകളുള്ള ലോകത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. കർത്താവിനെ കുറിച്ച് പറയാൻ, യേശുവിനെ പ്രത്യാശ വെളിപ്പെടുത്തി കൊടുക്കുവാൻ, മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് വെളിപ്പെടുത്താൻ എന്തുമാത്രം സാധ്യതകളുള്ള ലോകമാണെന്നറിയാമോ? കാര്യം എന്നാ, ജനം നിരാശയിലും ഭയത്തിലും കണ്ണുനീരിലും അവരുടെ ജീവിതം ചെയ്യുന്നത് കഴിച്ചുവിടും. പക്ഷെ നീ കാണുന്ന എന്നും എന്തുവാ, എപ്പോഴും ഇതേ നിനക്ക് കേൾക്കാനുള്ളൂ. ഈ ക്രൈം ചാനലിലാണ് നിൻ്റെ ശ്രദ്ധ മുഴുവനും. അതേ സമയത്ത് ഇപ്പുറത്ത് വേറെ നല്ല ചാനലുകൾ കിടപ്പുണ്ട്. ഏതാ, പവർ വിഷൻ കിടപ്പുണ്ട്, ഹാർവസ്റ്റ് കിടപ്പുണ്ട്, ബ്ലെസ്സിങ് കിടപ്പുണ്ട്, ഗോഡ് TV കിടപ്പുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ ഇപ്പുറത്ത് കിടക്കുന്നുണ്ടെങ്കിലും നിൻ്റെ കണ്ണ് എപ്പോഴും എന്നാ, ഏതിലാ? കുറ്റകൃത്യത്തിലും കുറ്റപത്രത്തിലും FIR-ലും അങ്ങനെയുള്ളതിലും മുഴുവൻ അതാ കേൾക്കുന്ന മുഴുവനും. കുറേ ഇനി എൻ്റെ പിള്ളേരെങ്ങാനും അങ്ങനെ ചെയ്യുമോ, എൻ്റെ ഭർത്താവ് അങ്ങനെ എന്നെ അങ്ങനെ കൊല്ലുമോ, ഇത് കണ്ടില്ല ഈയിടെ പോയല്ലോ ഭർത്താവ് ഭാര്യയെ കഴുത്തറുത്ത് കൊന്നെന്ന് ദയാവധം കൊടുത്തത്. ഇനി എൻ്റെ ഭാര്യ അങ്ങനെ, ഇതല്ലേ നീ കേൾക്കുന്ന മുഴുവനും. പണ്ടൊരു അപ്പച്ചൻ്റെ കഥ കേട്ടിട്ടുണ്ട്. വയസ്സാം കാലത്ത് അപ്പച്ചനും അമ്മച്ചിയും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പം ഒരു ദിവസം ചെന്നപ്പം ഇങ്ങനെ അമ്മച്ചി ചക്കച്ചുള ഒക്കെ ചകുണിയൊക്കെ കളഞ്ഞ് അപ്പച്ചനെ കൊടുക്കുക. അപ്പം അപ്പച്ചൻ അത് നേരെ പകുതിയാക്കിയിട്ട് കുരു എടുത്ത് കളഞ്ഞ് ആദ്യം അവൾക്ക് കൊടുക്കുക. ആദ്യം അവൾ തിന്നും. അവൾക്ക് കൊടുത്ത് അപ്പം എന്നെ പോലെ സ്നേഹം. അപ്പോൾ ചോദിച്ചു, അമ്മച്ചി എന്തോ കാര്യത്തിന് അങ്ങോട്ട് പോയപ്പോൾ എന്നാ ഇപ്പോഴും ഇത്ര അല്ല, ഏതിലാണ് അവൾ കൈവശം വെച്ച് തരുന്നതെന്ന് അറിയത്തില്ലല്ലോ, ഏതിലവൾ. അപ്പോൾ ആദ്യം അവൾ തിന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന കേൾക്കുന്ന മുഴുവൻ ഇതാ. അതുകൊണ്ട് എന്നാ പറ്റി, നമ്മുടെ വിശ്വാസം നമുക്ക് ആരെയും വിശ്വാസം ഇല്ലാതായിപ്പോയില്ലേ. എന്നിട്ട് നമ്മൾ പറയും, കുടിക്കുന്ന വെള്ളത്തിന് പോലും എന്ത് ചെയ്യരുത്, ആരെയും വിശ്വസിക്കരുത്. കാര്യം നീ കേൾക്കുന്ന മുഴുവൻ എന്തുവാ, വിശ്വാസമില്ലാത്ത, വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നീ കേൾക്കുന്നത്. നേരെ തിരിച്ച് നീ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് കേൾക്ക്, ദൈവം ചെയ്ത അതിശയ പ്രവൃത്തികളെ കുറിച്ച് കേൾക്ക്, ദൈവം ചിലർക്ക് വേണ്ടി ചെയ്ത അത്ഭുതത്തിൻ്റെ വഴികൾ നീ കേൾക്ക്. നിന്റെ വിശ്വാസം വർദ്ധിക്കും. നീ പറയും, അവർക്ക് വേണ്ടി ചെയ്തെങ്കിൽ ആ ദൈവത്തെയാണ് ഞാനും സേവിക്കുന്നത്, ആ ദൈവം എനിക്കും വേണ്ടി അത് ചെയ്യും. ഞാനതുകൊണ്ട് അവൻ്റെ സനയിൽ കാത്തിരിക്കും, ഞാൻ ഉപവസിക്കും, ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ ദൈവവചനത്തെ ഞാൻ ധ്യാനിക്കും, ദൈവശബ്ദത്തിന് വേണ്ടി ഞാൻ കിടക്കും. എന്നാന്നറിയാമോ, നിന്റെ വിശ്വാസത്തിലുള്ള ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം എന്തെന്ന് നിനക്കറിയണമെങ്കിൽ ഈ വചനത്തിലോട്ട് നീ ഒന്ന് ഇറങ്ങുക. റീഡ് ദ വേർഡ് ഓഫ് ഗോഡ് ഓരോ ദിവസവും. അത് പ്രാപിച്ചവരാ പ്രതികൂലങ്ങളിൽ തളരാത്തത്. അത് പ്രാപിച്ചവര് ധൈര്യത്തോടുകൂടെ പ്രതിസന്ധികളുടെ മുൻപിൽ അവൻ മുൻപിൽ നിന്ന് പറയും, ഇതെനിക്കെതിരായിട്ടൊന്നും ചെയ്യത്തില്ല.
ഞാനൊരു കാര്യം പറയാം. ഇസ്രായേൽ ജനങ്ങൾ യോർദാന്റെ വക്കിലെത്തിയപ്പം ഭാരപ്പെടാഞ്ഞത് എന്താണെന്നറിയാമോ? അല്ലെങ്കിൽ തളർന്നു പോകാൻ എന്താണെന്നറിയാമോ? ഇതിനു മുൻപ് ചെങ്കടൽ പിളർന്നത് അവർ കണ്ടിട്ടുണ്ട്. മോശ വടി നീട്ടിയപ്പോൾ ചെങ്കടൽ പിളരുന്നത് കണ്ട യോശുവയ്ക്ക് വളരെ ധൈര്യത്തോടെ, കാരണം ദൈവം യോശുവയോട് പറഞ്ഞു, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ തന്നെ നിന്നോട് കൂടെ ഇരിക്കും. Take this people to the promised land. നീ ഈ ജനത്തെ എന്ത് ചെയ്യ്? വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോ. ഞാൻ മോശയോട് കൂടെ, യു ഹാവ് സീൻ, നീ അത് കണ്ടതാ. മോശയോട് കൂടെ എങ്ങനെയായിരുന്നു പ്രവർത്തിക്കുന്നതെന്ന് എൻ്റെ ഭാഷ പറഞ്ഞ, മോശയുടെ കൂടെ എപ്പോഴും ഒരു നിഴൽ പോലെ നടന്ന മനുഷ്യനായിരുന്നു ആര്? യോശുവ. താഴ്ച മോശയുടെ ജീവിതത്തിലെ ബലഹീന നിമിഷങ്ങൾ യോശുവയ്ക്ക് അറിയാം. അതെങ്ങനെ തരണം ചെയ്തെന്ന് യോശുവയ്ക്ക് അറിയാം. മോശയോട് കൂടെ ചേർന്ന് നടന്ന ഒരു മനുഷ്യൻ. ദൈവം അതുകൊണ്ട് അവനോട് പറയുന്നത്, ഞാൻ മോശയോടുകൂടി ഇരുന്നത് പോലെ. അത് കേട്ട് കേൾവിയല്ല, യോശുവയെ സംബന്ധിച്ച് താൻ അനുഭവിച്ചത് ആ പാതയിലൂടെ നടന്നു പോയതാ. ജനമൊക്കെ കല്ലെറിയാനായിട്ട് കല്ലെടുക്കുന്നത് യോശുവ കണ്ടിട്ടുള്ളതാ പലപ്പോഴായിട്ട്. എന്തുകൊണ്ട് യോർദാൻ്റെ അടുക്ക് എത്തിയപ്പോൾ ഇവൻ തളർന്നു പോയില്ലെന്ന് ചോദിച്ചാൽ, ഇവൻ അറിയാം ദൈവം മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചത്. യോർദാനെ രണ്ടാക്കുവാൻ ഇവന് ദൈവത്തെ കൊണ്ട് കഴിയും. കാരണം ഇവൻ ചെങ്കടലിനെ രണ്ടാക്കിയ ദൈവമാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിരിക്കുന്ന ദൂതുകളും ആലോചനകളും പ്രാർത്ഥനകളും അങ്ങനെയുള്ളവരായിരിക്കണം നിൻ്റെ കൂട്ടുകാർ. അങ്ങനെയുള്ളവരോടുകൂടെ നീ നടക്കാവൂ. ഇപ്പം എന്നാന്നറിയാം, വലിയ പ്രതിസന്ധി വരുമ്പോഴത്തേനെ, ഒരു കൊച്ചു വിഷയം വരുമ്പോഴത്തേനെ എന്നാന്നറിയാമോ, നമ്മുടെ ആകെ വാടി തളർന്ന് ക്ഷീണിച്ച് മതിയഹോവേ എന്നും പറഞ്ഞിരിക്കുന്നൊരു ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നിലുള്ള വിശ്വാസത്തെ നീ ഒന്ന് ജ്വലിപ്പിച്ച് നോക്ക്. ദൈവം നിനക്ക് തന്ന ദൈവകൃപയെ നീ ഒന്ന് ഉപകാരം ചെയ്ത് നോക്ക്, നീ ഒന്ന് വ്യാപാരം ചെയ്ത് നോക്ക്. അത് നിൻ്റെ ജീവിതത്തിൽ അത്ഭുതമായി വെളിപ്പെടും. പലരും അത് ചെയ്യാതെ എന്ത് ചെയ്യുന്നറിയാമോ? ചെയ്യാത്തതിൻ്റെ കാരണം they don't know. അവർക്കറിയില്ല. നിന്റെ മേലുള്ള ദൈവശക്തി നീ ഒന്ന് വ്യാപരിച്ച്, ദൈവകൃപ നീ ഒന്ന് വ്യാപരിക്ക്. വരുന്ന പ്രതിസന്ധികളുടെ മുൻപിൽ, പരിശോധനകളുടെ മുമ്പിൽ തളരാതെ നീ എഴുന്നേറ്റ് നിന്ന് ധൈര്യത്തോടെ നിന്ന് നീ പറ, എൻ്റെ ദൈവത്താൽ ഞാൻ വീര്യം പ്രവർത്തിക്കും, അവനാൽ ഞാൻ മതിൽ ചാടിക്കടക്കും, എൻ്റെ ദൈവം ഈ കാര്യത്തിന്മേൽ എനിക്ക് മറുപടി നൽകി തരും എന്ന് ഉറപ്പോടെ നീ പറ. സങ്കീർത്തനക്കാരൻ ഒരിക്കൽ പറഞ്ഞല്ലോ, ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവനോട് ഇരുന്ന ദൈവത്തിൻ്റെ പ്രവർത്തികളെ ഞാൻ വർണ്ണിക്കും. എന്നാ ഇവൻ മുടിഞ്ഞ് എപ്പോഴാണ് ഇവൻ്റെ പേര് നശിച്ചു പോകുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ജനത്തിൻ്റെ നടുവിൽ അവനവിടെ കിടന്നുകൊണ്ട് പറയാൻ, നിങ്ങൾ വിചാരിച്ചോണമെന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നില്ല, ചാവാൻ പോകുന്നില്ല, ഞാൻ ജീവനോടിരുന്ന് ഇല്ലേ. ചിലർ പറഞ്ഞ പോലെ ഇന്നലെ ഞാൻ ഒരു മീറ്റിംഗ് ചെന്നപ്പോൾ അവിടെ അടുത്തൊരു ദൈവദാസൻ്റെ ഒരു ചെറിയ തമാശ രൂപത്തിലാണെങ്കിലും ഒരു കാര്യം പറഞ്ഞു. കാരണം വല്യപ്പച്ചനെ കൊച്ചുമോൾ ഇങ്ങനെ കാപ്പിയും ചായയൊക്കെ കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു ദിവസം കൊണ്ട് ചെല്ലുമ്പോൾ വല്യപ്പച്ചൻ ഇരുന്ന് കരയുക, ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഈ കൊച്ചുമോൾ ചോദിച്ചു, എന്നാ അപ്പച്ചൻ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു, നിനക്ക് വല്ലതും സംഭവിച്ചു, നീ മരിച്ചു പോയാൽ പിന്നെ ഇനി എനിക്ക് ആരാ ഉള്ളതെന്ന്. നീ പ്രായമായിട്ട് നീ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അന്ന് എനിക്ക് കാപ്പി തരാൻ എന്നെ അപ്പച്ചനെ നോക്കാൻ ആരാ ഉള്ളതെന്ന്. അതെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അടുത്തൊന്നും പോലെ ഇനി 2 ഓണം കൂടെ കഴിഞ്ഞേച്ചേ. ഞാൻ പറഞ്ഞു തന്ന രാശം എന്നാ പറയോ, വിശ്വാസത്തിൻ്റെ വാക്കായിരിക്കണം. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചിലത് പ്രവർത്തിക്കും. അവൻ്റെ ശക്തി ഇന്നും കുറഞ്ഞു പോയിട്ടില്ല, അവൻ്റെ കരം ക്ഷീണിച്ചു പോയിട്ടില്ല. എനിക്ക് വേണ്ടി അവൻ ചിലത് വിളിച്ചു വരുത്തുന്ന ദൈവമാണ്. ഞാനത് പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. ഹി വിൽ കോൾ ഫോർ തിങ്സ് ഫോർ മീ. എനിക്ക് വേണ്ടി അവൻ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാണ്. എനിക്ക് വേണ്ടി നിയമങ്ങളെയും ചട്ടങ്ങളെയും മാറ്റുന്ന ദൈവമാണ്. എനിക്ക് വേണ്ടി അധികാരികളെ മാറ്റുന്ന ദൈവമാണ്. എനിക്ക് വേണ്ടി ഭരണങ്ങളെ മാറ്റുന്ന ദൈവമാണ്. എനിക്ക് വേണ്ടി അവൻ ചിലതൊക്കെ ചെയ്യും. കാരണം അവൻ്റെ പേര് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ച്. നിനക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടോ? ചിലർക്ക് അവരുടെ അപ്പന്മാരെ കുറിച്ച് നല്ല എങ്ങനെങ്കിലും പുള്ളി കാര്യം സാധിപ്പിച്ചു തരും. അവരുടെ അപ്പനെ നല്ലപോലെ അറിയാം. എങ്ങനെയാണേലും എൻ്റെ അപ്പച്ചനെ
കാര്യം നടത്തി തരും. അത്ര ഒരു കോൺഫിഡൻസ് ഉണ്ട്, അതുപോലൊരു ബന്ധമുണ്ട്. വേറെ ചിലർ പറയുന്നത്, ഓ അയാൾ വേണ്ട കാര്യമല്ല, ഞാൻ എൻ്റെ കാര്യം നോക്കിയാലേ പറ്റത്തുള്ളൂ. എന്നാൽ ഞങ്ങളുടെ ഒന്നും അപ്പച്ചന്മാർ അങ്ങനല്ലായിരുന്നു. ചോദിക്കുന്നതിന് മുൻപ്, ഞാനൊരു കാര്യം പറയട്ടെ, തമാശയാണെങ്കിലും, എനിക്ക് കല്യാണം കഴിക്കണമെന്ന് പറയുന്നതിന് മുമ്പേ എൻ്റെ അപ്പനെ എനിക്ക് വേണ്ടി പെണ്ണാലോചിക്കാൻ തുടങ്ങി. ശൈലിനും അങ്ങനെ, ശൈലം പറഞ്ഞിട്ടാണോ ആലോചിച്ചേ? അല്ലല്ല, ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ എന്തോന്ന്? എൻ്റെ ആവശ്യങ്ങൾ അതാത് സമയത്ത് അറിയുന്ന ഒരു പിതാവാണ് എനിക്ക് വേണ്ടിയുള്ളത്. ഞാൻ അവൻ്റെ പുത്രനായിരിക്കുന്നിടത്തോളം കാലം എനിക്ക് ഭാരപ്പെടേണ്ട ആവശ്യമേ ഇല്ല. പകൽക്കാലം നിനക്കത് വിശ്വസിക്കാമോ? ദേ ആർ നോട്ട് ഓപ്പറേറ്റിംഗ് ദെയർ ഫെയ്ത്ത് ഓർ ഗിഫ്റ്റ്സ്. അവരുടെ വിശ്വാസത്തെ ഉപയോഗിക്കാത്തതിൻ്റെ കാരണം, അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ദാനങ്ങളെ ഉപയോഗിക്കാത്തതിൻ്റെ കാരണം, they don't know that they have. അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടെന്ന് അവർക്ക് അറിയത്തില്ല. അതറിയാനുള്ള ഏക മാർഗം എന്നാണെന്നറിയാമോ? വചനം വായിക്കുക, രാവും പകലും ഇത് വായിക്കുക. The Holy Spirit will reveal the secrets. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്തുള്ള മർമ്മങ്ങളെ നിനക്ക് വെളിപ്പെടുത്തി തരും. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്, കർത്താവേ, അപ്പോസ്തലന്മാരുടെ കയ്യാൽ ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ നടന്നെങ്കിൽ, അപ്പോസ്തലന്മാരുടെ കയ്യാൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകങ്ങളിൽ കാണുന്ന അത്ഭുതങ്ങളും അടയാളങ്ങൾ നടന്നെങ്കിൽ, വൈ കാൺട്ട് മീ? എനിക്കെന്തുകൊണ്ടത് കഴിയുന്നില്ല? ഞാൻ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുകയും ദൈവത്തിൽ നിന്ന് അത് പ്രാപിക്കാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഇത് വായിക്കും തോറും ഇതിനകത്ത് നടന്ന, അവരിലൂടെ നടന്ന അത്ഭുത പ്രവൃത്തികളുടെ അത്ഭുതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവജനത്തോടൊരു കാര്യം പറയാം. നിങ്ങൾ വചനം വായിക്കുക, ആൻഡ് നോ യുവർ റൈറ്റ്സ്. നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് നിങ്ങൾ ബോധ്യം പ്രാപിച്ചിരിക്കണം. ദാനിയേൽ പ്രവചനത്തിൽ അതാ പറഞ്ഞെങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം, they will stand firm. അവർ ഉറച്ചു നിൽക്കും. അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായിരിക്കും. അവർ ഉറച്ചു നിൽക്കും. അതുകൊണ്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കാൻ കാരണം. ഇന്ന് പകൽക്കാലം ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, നോ യുവർ അതോറിറ്റി. കർത്താവ് പറഞ്ഞില്ലേ, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവരെന്ത് ചെയ്യും? ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളെ സംസാരിക്കും, മരണകരമായ യാതൊന്നും കുടിച്ചാൽ അവർക്ക് ഹാനി വരത്തില്ല. അത്ഭുതങ്ങൾ അത് പറഞ്ഞത് മുഴുവൻ വിശ്വസിക്കുന്നവരാൽ പറഞ്ഞേ. ഇന്ന് പകൽക്കാലം നമുക്കത് വിശ്വസിക്കാമോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരു രോഗി എവിടെയെങ്കിലും ഇരിക്കുന്നത്, നിൻ്റെ നിഴൽ അവൻ്റെ മേലെ വീഴത്തക്കവണ്ണം ഒന്ന് നടന്നു നോക്ക്. നടക്കുമെന്നേ അത്ഭുതം. വചനാതാ പറയുന്നേ. ഞാനത് പരീക്ഷിച്ചിട്ടുള്ളതാ. നടക്കും. നിന്നിലൂടെ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി അത്ര വലുതാണെന്ന് ഈ ദിവസങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നേറാം. ഏഴാമത്തത് എന്നാണെന്നറിയാമോ? അതാ വളരെ രസം. ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ. നമുക്കതിനുള്ളൊരു ഒരുക്കമില്ല, തയ്യാറെടുപ്പില്ല. അങ്ങനെയൊക്കെ അറിയാം, പക്ഷെ നമ്മൾ ഇതുവരെ എന്ത് ചെയ്തില്ല, അത് ഉപയോഗിക്കാനായിട്ട്, ആ ദൈവകൃപ നമ്മളിലൂടെ വ്യാപരിക്കാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നടത്തിയിട്ടില്ല. ഓർക്കുന്നോ, കർത്താവിൻ്റെ അടുക്കൽ വന്ന ശിഷ്യന്മാർ ഒരിക്കൽ വന്ന് ചോദിച്ചു, കർത്താവേ, ഞങ്ങൾക്ക് ആ ഭൂതത്തെ പുറത്താക്കാൻ കഴിയാഞ്ഞ എന്താ? കർത്താവ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി പോകത്തില്ല. യു ആർ നോട്ട് പ്രിപ്പയർഡ്. നിങ്ങൾക്ക് ഇപ്പോഴും മിനിസ്ട്രി ഒരു ലാഘവ മനോഭാവത്തോടാ, ഒരു നിസ്സാര മനോഭാവത്തോടാ, അല്ലേ? ആ ഒരു ദൈവീക കണക്ഷനിലോ, ആ ഒരു ദൈവിക ബോധത്തിലോ, ആ ഒരു ദൈവ സാമീപ്യത്തിലോ അല്ല നീ ഇപ്പോഴും എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. നിനക്കിങ്ങനെ തന്നെ മൊബൈലും വിളിച്ച തമാശം പറഞ്ഞ പാസ്റ്റർ വന്ന് പ്രാർത്ഥിക്കും, ഉടനെ സ്വിച്ച് ഓഫ് ചെയ്ത്, കർത്താവ് യോഗത്തെ അനുഗ്രഹിക്കണേ, കർത്താവ് കടന്നു വരുന്നവരെ അനുഗ്രഹിക്കണേ, പോയവരെ അനുഗ്രഹിക്കണേ. ആ ഒരു ഒരുക്കമില്ല, ആ ഒരു മൂഡിലല്ല പലപ്പോഴും. നീ ഏതാണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാസ്റ്റർ പ്രാർത്ഥിക്കാൻ പറഞ്ഞ്, ഉടനെ പേര് കേട്ടപ്പോഴൊന്നും എവിടുന്നോ ഇറങ്ങി വന്ന പോലെ ഇറങ്ങി വന്ന് കർത്താവേ ദൈവദാസൻ പറഞ്ഞ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തുവെന്ന് പോലും അറിയത്തില്ല.
കാരണം ഇവിടെ ഒന്നും അല്ലായിരുന്നു അവരിവിടെ ഒന്നും അല്ലായിരുന്നു. ശരീരം കൊണ്ട് ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ. We are not prepared to operate in the power of God. നമ്മളിൽ ദൈവം പകർന്നു തന്നിരിക്കുന്ന ദൈവശക്തിയിൽ ഉപയോഗിക്കപ്പെടത്തക്കവണ്ണം എന്തിനെന്നറിയാമോ? നമ്മൾ ഒരുക്കമുള്ളവരായിട്ടിരിക്കുന്നില്ല. നമ്മൾ റെഡിയല്ല. നമ്മൾ കിട്ടുന്ന ചാൻസ് ഒക്കെ എന്ത് ചെയ്യും? അതന്നെ ആ വിൽസൺ ഭാഷ കൊടുത്തില്ല, ഞാനങ്ങ് പറയാം. എന്താ കാരണം തന്നെ? വി ആർ നോട്ട് പ്രിപ്പയർഡ്. ദൈവശക്തി ഇല്ലാഞ്ഞിട്ടല്ല, ദൈവകൃപയില്ലാഞ്ഞിട്ടല്ല, നീ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന് ശക്തി കുറഞ്ഞു പോയിട്ടല്ല, ദൈവത്തിന് പ്രവർത്തിക്കാൻ മനസ്സില്ലാഞ്ഞിട്ടല്ല. ബട്ട് യു ആർ നോട്ട് റെഡി. നീ എന്നറിയാമോ? നീ ഒരുക്കമുള്ളവരല്ല. എൻ്റെ പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, എത്രയോ അവസരങ്ങൾ ദൈവം നമ്മുടെ മുൻപാകെ തന്നിട്ട് നമ്മളതിനെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തില്ലേ, ഒഴിവാക്കിയില്ലേ? നീ പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു, നീയായിരുന്നു അത് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ നിന്റെ ജീവിതത്തിലെ ഒരുക്കക്കുറവ്. നമ്മൾ ഏത് സമയവും വിളിച്ചാൽ പ്രവർത്തിക്കാൻ സന്നദ്ധരായിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. 24 hours നമ്മൾ പ്രവർത്തന നിരതരായിരിക്കേണ്ടവരാ. എനിക്ക് ഈ ദൈവദാസന്മാർ രാത്രി മൊബൈൽ ഓഫ് ചെയ്ത് കിടക്കുന്നതിൽ എനിക്ക് യാതൊരു താല്പര്യമില്ലാത്ത മനുഷ്യനാണ്. അതോ നീ തീരുമാനിച്ചിട്ടുണ്ടോ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ സഭയ്ക്കകത്ത് വിശ്വാസികൾക്ക് പ്രാർത്ഥന ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ രോഗം ഉണ്ടാകത്തുള്ളൂ, മരണം ഉണ്ടാകത്തുള്ളൂ? ഈ കഴിഞ്ഞ ദിവസം ഒരാളെ വിളിച്ച് നോക്കുമ്പോൾ അത് കംപ്ലീറ്റ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. പിറ്റേന്ന് രാവിലെ വിളിച്ചപ്പോൾ ഞാൻ രാത്രി 8 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ ഓൺ ചെയ്ത്. ഞാൻ ചോദിച്ചു, നിൻ്റെ ശ്വാസകോശം അങ്ങനെ ഒരു തീരുമാനം എടുത്താലോ? 8 മണി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യത്തില്ല, ഞാൻ ശ്വസിക്കത്തില്ല. നിൻ്റെ ഹാർട്ടും അങ്ങനെ ഒരു തീരുമാനം എടുത്താലോ? 8 മണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടിക്കത്തില്ല. നിങ്ങൾക്കറിയാമോ, ആടുകളെ നോക്കുന്ന ഇടയൻ കിടക്കുന്നത് ആരുടെ കൂടാന്നറിയാമോ? അറിയാമോ? ആട്ടുംപറ്റത്തോടു കൂടാ. ഇടയൻ്റെ കിടപ്പ് പോലും എവിടാ? ആട്ടിൻകൂട്ടത്തില്ല. എന്തിനാ? വല്ലതും ചാടി പോന്നോ? വല്ലതും അറിയാതെ രാത്രി പ്രസവവേദനപ്പെട്ട് നിലവിളിക്കുന്നോ? വീട്ടിൽ പശുക്കളെ വളർത്തിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാൻ വളർത്തിയിട്ടില്ല, എങ്കിലും വളർത്തിയിട്ടുള്ളവർക്ക് അറിയാം. അത് ചെനനെറ്റ് അത് നിറഞ്ഞു നിന്നു കണ്ടു കഴിഞ്ഞാൽ രാത്രി അകത്ത് കിടക്കുന്നവർക്ക് എന്ത് ചെയ്യത്തില്ല? ഉറക്കം വരത്തില്ല. ഒരു ചെറിയ അനക്കം പോലും അറിയും. 24 hours ഓൺ കോൾ സർവീസിലാണ്. പശുവിന് നല്ല പറയാറായില്ല, അതേ ആയി വരണേ എന്ന് വിളിക്കാൻ അറിയത്തില്ല. അതിൻ്റെ ചലനങ്ങളിലൂടെ അകത്ത് കിടക്കുന്ന ആളതറിയും. ഞാൻ ചോദിക്കട്ടെ, ദൈവദാസന്മാരെ, ദൈവമക്കളെ, ദേശത്തിൻ്റെ കാവൽക്കാരായി നിന്നെ എന്നെയും ദൈവം വച്ചിരിക്കുമ്പോൾ രാത്രി മൊബൈലും ഓഫ് ചെയ്ത് കിടന്നാൽ നിൻ്റെ വിശ്വാസിയുടെ വേദന നീ എങ്ങനെ അറിയും? ഭാരം നീ എങ്ങനെ അറിയും? പിന്നെ ഗുണമുണ്ട്. ചിലർ ഫോൺ എടുക്കുക, റോങ് നമ്പർ എന്ന് പറഞ്ഞാറുണ്ട്. അതും വിളിച്ചിട്ട് കേട്ടിട്ടുണ്ട്. രാത്രി പാതിരാത്രിക്ക് വിളിച്ചുണർത്തിയിട്ട് തെറ്റി വിളിച്ചതാ പാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാകുഞ്ഞേ, അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗം. ആർ യു പ്രിപ്പയർഡ്? നീ അതിന് ഒരുക്കമുള്ളവനാണോ? ഒരു ദൈവപ്രവൃത്തി, ഒരു ദൈവശക്തി നിന്നിലൂടെ വ്യാപരിക്കുന്ന ദൈവകൃപ വ്യാപരിപ്പിക്കുവാൻ ആ പാതിരാത്രിക്ക് നിന്നെ വിളിച്ച എന്തിനാ? നീ ഒന്ന് പ്രാർത്ഥിച്ച ആശ്വാസം കിട്ടുമെന്നുള്ളത് കൊണ്ടാ. നീ ഒന്ന് പ്രാർത്ഥിച്ചാൽ വിടുതല കിട്ടുമെന്നുള്ളത് കൊണ്ടാ. നീ ഒന്ന് പ്രാർത്ഥിച്ചാൽ ഒരാശ്വാസം ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് നിന്നെ വിളിച്ചത്. അപ്പോൾ എന്നാ, ഒന്നീ പരിധിക്ക് പുറത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. ഇവിടെ ഒരാൾ പറഞ്ഞ പോലെ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തൊന്നുമില്ല, പക്ഷേ എന്ത് ചെയ്തില്ല, പ്രതികരിച്ചില്ലെന്നേ ഉള്ളൂ പുള്ളി. നോ, ആർ യു പ്രിപ്പയർഡ് ടു യൂസ് ദ ഗിഫ്റ്റ്സ് ദാറ്റ് ഗോഡ് ഹാസ് ഗിവൻ ടു യു? ദൈവം നിനക്ക് നൽകിത്തന്ന ദൈവകൃപയെ, ദൈവം നിനക്ക് നൽകിത്തന്ന ആത്മീയ വരങ്ങളെ, ദൈവം നിനക്ക് നൽകിത്തന്ന വിശ്വാസത്തിൻ്റെ ഫലങ്ങളെ നിന്നിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ നീ റെഡിയാണോ എപ്പോഴും? ചിലർ റെഡിയാണ് എപ്പോഴാണ്? വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും മാത്രം. അല്ലാത്തപ്പോഴൊന്നും അവരെല്ലാം എന്ത് ചെയ്യത്തില്ല, ദൈവകൃപ വ്യാപരിക്കത്തില്ല. ഞാൻ പറയട്ടെ, വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അതിൽ കൂടെ ദൂത് പറയാനായിട്ട് നീ ദൈവവുമായി കണക്റ്റഡ് ആയിരിക്കണം എപ്പോഴും, അറ്റ് എനി മോമെൻറ്റ്. ഇന്ന് പകൽക്കാലം ദൈവം ഈ സഭയോട് പറയുന്ന ഒരു കാര്യം ഇതാണ്:
ആർ യു പ്രിപ്പയർഡ്? ഒരു ദൈവീക അത്ഭുതത്തിനു വേണ്ടി, ഒരു ദൈവീക വിടുതലിനു വേണ്ടി, നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ളൊരു ദൈവകൃപ നിങ്ങളിലൂടെ വ്യാപരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറാണോ? നമ്മൾ തയ്യാറാണോ? അല്ല. ഒരിക്കൽ ദൈവാത്മാവിനോട് ചോദിച്ചത്, ഞാൻ ഒരു 50 പേരെ കൂടെ പുതുതായിട്ട് ഈ സഭയിലേക്ക് കൊണ്ടുവന്നാൽ നിനക്ക് അവരെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ നോക്കി, ആരെ ഏൽപ്പിക്കുന്നത്? ഉള്ളിടത്ത് തന്നെ പോകാൻ പറ്റാത്ത ദൈവദാസന്മാരാണ് നമുക്കുള്ളത്. കാരണം അവർക്ക് അതിൻ്റെതായ അവർക്ക് പ്രോഗ്രാമുണ്ട്, അതുപോലെ തിരക്കുണ്ട് കേട്ടോ അവർക്ക്. അപ്പോൾ ഇനി 50 പേരെയും കൂടെ ദൈവം പുതിയത് തന്നാൽ, നീ ചോദിക്കുന്നുണ്ടല്ലോ പുതിയ ആത്മാക്കളെ വേണമെന്ന്, നീ ചോദിക്കുന്നുണ്ടല്ലോ പുതിയ ആത്മാക്കളെ, എനിക്ക് ആര് കൈകാര്യം ചെയ്യവരെ? നമുക്കറിയാമല്ലോ, നമ്മുടെ വീട്ടിലോട്ട് ഒരു കുഞ്ഞും കൂടെ ജനിക്കാൻ നേരത്തെ അതിന് മുമ്പേ, കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ വേണ്ട പ്രിപ്പറേഷൻസ് എന്ത് ചെയ്തു? വീട്ടിൽ എടുത്തിരുന്നു. ഞാൻ സാധാരണക്കാരുടെ വീടാണ് പറയുന്നത് കേട്ടോ, അല്ലാത്തവരുടെ അല്ല. അതൊക്കെ ഏറ്റു വരുമ്പോൾ നോക്കാമെന്ന് പറയുന്ന വീട്ടുകാരും കാണുമായിരിക്കും. വേണമെങ്കിൽ ആശുപത്രിയിൽ പോകണമെന്ന് അറിയണമെന്നപ്പോഴത്തേന് ഒരാഴ്ച മുമ്പേ അതിൻ്റെ ബാഗും എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. വാട്ട് ഡസ് ഇറ്റ് മീൻ? അതിൻ്റെ അർത്ഥം എന്നാ? ദേ ആർ പ്രിപ്പയറിങ്. ഒരത്ഭുതത്തിന് വേണ്ടി, ദൈവം ചെയ്യാൻ പോകുന്നൊരു നന്മയ്ക്ക് വേണ്ടി ദൈവം ഇന്ന് നമ്മോട് ചോദിക്കുന്നത്, ആർ യു പ്രിപ്പയർഡ് ഫോർ എ മിറക്കിൾ? നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപ വ്യാപരിപ്പിക്കാനായിട്ട് എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഒരു താലന്തെങ്കിലും തരാതെ അവൻ ആരെയും വിട്ടിട്ടില്ല. ഒരു താലന്തെങ്കിലും തരാതെ അവൻ പോയിട്ടുമില്ല. പക്ഷെ അത് വ്യാപാരം ചെയ്യാനുള്ള, അത് ഉപയോഗിക്കാനുള്ള, എഴുതാനായിരിക്കും, പാടാനായിരിക്കും, പ്രാർത്ഥിക്കാനായിരിക്കും, സഹായിക്കാനായിരിക്കും, ആരെങ്കിലും യോഗത്തിന് കൊണ്ടുവരാനായിരിക്കും. നിനക്ക് സൂചന പറയണമെന്ന് അറിയത്തില്ലായിരിക്കും. വരുന്ന വഴിക്ക് വാഹനം ഇല്ലാത്ത ഒരുത്തനെ എന്ത് ചെയ്യേ? നിന്റെ വണ്ടി കയറ്റിക്കൊണ്ടെങ്കിൽ വാ. നിന്റെ കൃപ അതാ, നിന്റെ ശുശ്രൂഷ അതാ. ചോദിച്ചോട്ടെ, ആർ യു പ്രിപ്പയർഡ് ടു യൂസ്? നമുക്ക് ദൈവം തന്ന ദൈവകൃപ ഉപയോഗിക്കാനായിട്ട്. അങ്ങനെ ചെയ്താൽ വചനം പറയുന്നു, അല്പത്തിൽ വിശ്വസ്തനായവനെ ഞാൻ എന്ത് ചെയ്യും? അധികത്തിന് വിചാരകനാക്കും. അപ്പോൾ ഈ ദൈവകൃപ പലരും ഉപയോഗിക്കാത്തതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? അവര് പ്രിപ്പയർഡ് അല്ല. ഞാൻ ഈയിടെ ഒരാളോട് ചോദിച്ചു, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ള വിളി കിട്ടിയിട്ട് കുറച്ച് നാളുകളായല്ലോ ദൈവാത്മാവ് കാര്യം സംസാരിക്കുന്നത്. കുറച്ചുകൂടെ സമയം വേണം, കുറച്ച് കാര്യം കൂടെ ക്രമീകരിക്കാനുണ്ട്. ക്രമീകരിക്കുന്നതിന് മുമ്പ് കടമൊക്കെ ഒന്ന് തീർക്കാനുണ്ടെന്ന് പറയുമ്പോഴത്തേനും വേറെ കടം മേടിച്ച് കഴിഞ്ഞിരിക്കും. അപ്പോൾ ഇനി അതും തീർക്കണ്ടേ. അത് തീരുന്നതിന് മുമ്പ് അടുത്ത് തീർക്കും. ഇത് കൊല്ലം എത്രയായി കുഞ്ഞേ, ഞാൻ റെഡി ആയിട്ടില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. വേദോസ്തലത്തിൽ അങ്ങനെ ഒരു മനുഷ്യനെ കാണാം. ഉഷസാകുന്നിടം വരെ എന്ത് ചെയ്തു? പോ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ആരാന്ന് മനസ്സിലായത് നിങ്ങൾക്ക്? ലോത്തിനെയും കുടുംബത്തെയും. ദൂതൻ വന്നിട്ട് എന്ത് ചെയ്യുക? ഉഷസാകുന്നിടം വരെ അവർ എന്ത് ചെയ്തു? ഇറങ്ങെന്ന് പറഞ്ഞു. എന്നിട്ട് എന്തുവാ? തെക്കൻ ഭാഷയെ പറഞ്ഞാൽ തപ്പെടുത്ത് തടങ്ങെടുത്ത് അവിടെ നിൽക്കുക. അത് ചെയ്ത് ഇത് ചെയ്ത് അങ്ങനെ നോക്കി ഇങ്ങോട്ട് നോക്കി അത് ചെയ്ത് സമയം വൈകിക്കൊണ്ടിരിക്കുക. ഗതി കെട്ടപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ? ദൂതന്മാർ കൈക്ക് പിടിച്ച് അവരിറക്കേണ്ടി വന്നു. അതിന് പരിണിത ഫലം എന്നാണെന്നറിയാമോ? നിർബന്ധത്താൽ ഇറങ്ങിയതെല്ലാം തിരിഞ്ഞു നോക്കും. അവൾ തിരിഞ്ഞു നോക്കി. കാര്യം എന്നാ? മനസ്സോടെ വിട്ടേച്ച് പോകുന്നതല്ല. ഇനി എത്ര നാൾ കർത്താവ് നിനക്ക് വേണ്ടി ചിലതിനൊക്കെ കാത്തു നിൽക്കണം? ആർ യു റെഡി ടു ഓപ്പറേറ്റ് ദ ഗിഫ്റ്റ്സ്? അതോ ഇനി പുതിയതൊന്നും കൂടെ ദൈവം തന്നിട്ട് ഇറങ്ങാതിരിക്കുകയാണോ നീ? ആ കൃപയും കൂടെ കിട്ടിയേച്ച് ഞാൻ ഇറങ്ങാം. കർത്താവിന് ചോദിക്കാനുള്ളൂ, തന്ന കൃപ കൊണ്ട് നീ എന്ത് ചെയ്തു? പലരും ദൈവകൃപ ഉപയോഗിക്കാത്തതിൻ്റെ കാരണം ദേ ആർ നോട്ട് റെഡി. അവർ തയ്യാറായിട്ടില്ല. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, ദൈവശബ്ദം കേൾക്കാഞ്ഞിട്ടല്ലല്ലോ നീ ഇറങ്ങാത്തത്? ദൈവം കൃപകൾ ഏൽപ്പിക്കാഞ്ഞിട്ടല്ലല്ലോ നീ ഇറങ്ങാത്തത്? നിനക്കറിയാം ദൈവം ചിലതൊക്കെ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ നീ മനഃപൂർവ്വം എന്ത് ചെയ്യാന്നറിയാമോ? താമസിപ്പിക്കുക. സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് എൻ്റെ കുഞ്ഞ്, കർത്താവിന് അറിയത്തില്ലയോ നിന്നെ വിളിച്ചപ്പം നിൻ്റെ പ്രശ്നങ്ങളും ഭാരങ്ങളും എല്ലാം? അതറിഞ്ഞുകൊണ്ട് തന്നെ നീ ഒന്നിറങ്ങ്. കർത്താവേ, മറ്റൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല, നീ പറയുന്നത് ഞാൻ അനുസരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഭാരങ്ങൾ ഒത്തിരി ഉണ്ടെന്ന് എനിക്കറിയാം, ബാധ്യതകൾ ഒത്തിരി ഉണ്ടെന്ന് എനിക്കറിയാം, പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടെന്ന് എനിക്കറിയാം.
ബട്ട് ഐ ആം റെഡി. ഞാൻ തയ്യാറാ ടു ഓപ്പറേറ്റ് ദ ഗിഫ്റ്റ്സ്, അങ്ങ് എനിക്ക് നൽകി തന്നിരിക്കുന്ന കൃപകളെ വ്യാപാരം ചെയ്യാനായിട്ട്. 7 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചായിരുന്നു. ദൈവകൃപ വ്യാപാരം ചെയ്യുവാൻ തടസ്സമായി നിൽക്കുന്ന, നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് ഒരു ദൈവപ്രവൃത്തി നമ്മൾ വെളിപ്പെടാതിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ, നമ്മൾ ഇറങ്ങാത്തതിൻ്റെ കാരണങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. ഇനി കർത്താവ് ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്, അതെന്നാ? ഇറങ്ങുക എന്നുള്ളതാണ്. ഡു ഇറ്റ്, ഡു ഇറ്റ്. പരിമിതികളുണ്ട്, കർത്താവിനറിയാം. നിന്റെ പേരിലുള്ള ഉത്തരവാദിത്തങ്ങൾ കർത്താവിനറിയാം. നിന്നെക്കുറിച്ച് ജനം പറയുന്നത് കർത്താവിനറിയാം. പക്ഷെ നിന്നെ വിളിച്ചത് കർത്താവാന്നൊരു ബോധ്യം ഉണ്ടായാൽ മാത്രം മതി. എന്നെ വിളിച്ചത് എൻ്റെ കർത്താവാ. ഞാൻ വേറെ ഒന്നും നോക്കുന്നില്ല, വേറെ ആരെയും ഞാൻ നോക്കുന്നില്ല. അവൻ്റെ ശബ്ദത്തിൻ്റെ മുൻപിൽ ഞാൻ ഇറങ്ങിത്തിരിക്കുക. ആ ഭാഗത്തോട് ഞാൻ വിട പറഞ്ഞിട്ട് ദൈവാത്മാവ് നിങ്ങളോട് പറയാൻ പറ്റിയ രണ്ടാമത്തെ ഒരു ദൂതിലെ, ചെറിയൊരു ദൂതിലേക്കും കൂടെ ഞാൻ കടന്നു വരിക. എന്തുകൊണ്ടാണ് പലരുടെയും ജീവിതത്തിൽ ദൈവിക അത്ഭുതങ്ങൾ നടക്കാത്തതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? ദൈവം പറയുന്നവർക്ക് അനുസരിക്കാൻ മനസ്സിലാത്തതുകൊണ്ടാണ്. അതിനാധാരമായിട്ട് അതുകൂടെ നിങ്ങളോട് പറയണമെന്ന് ദൈവാത്മാവ് പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റേ ഒന്ന് ഷോർട്ടാക്കിയത്. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. നമുക്കെല്ലാം വളരെ സുപരിചിതമായൊരു വേദഭാഗമായത്. എത്രയോ പ്രാവശ്യം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, നിങ്ങൾ അനേക ദൈവദാസന്മാരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് കർത്താവിനോട് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞൊരു കാര്യം, യുവർ മിറക്കിൾ ഈസ് ഇൻ ദ ഡീപ് സീ. നിൻ്റെ അത്ഭുതം ആഴക്കടലില്ല. അവിടെ എത്തിയാലേ നിൻ്റെ അത്ഭുതം നിനക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. കരയിൽ നിന്ന് അത്ഭുതം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേര്. അവർക്ക് ചിലതിനെ ഒന്നും വിടാനായിട്ട് എന്തില്ല, താല്പര്യമില്ല. കാര്യം എന്നാ? എപ്പോൾ വേണേലും എന്ത് ചെയ്യണം? ഐ വാണ്ട് ടു ബി ഇൻ എ സേഫ് കോർണർ. സീഷോ, കടലിന് ആ ഭാഗത്ത് എന്തോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്ന് പറഞ്ഞാൽ കരയോട് അടുത്ത് കിടക്കുന്ന ആ വെള്ളത്തിൻ്റെ ഭാഗം, അതിന് വല്ല പേരുണ്ടോയെന്നും എനിക്കറിയത്തില്ല. എല്ലാം അവിടെ നിൽക്കാൻ അവർക്ക് ഇഷ്ടം. കാര്യം എന്നാണെന്നറിയാമോ? അത് സേഫ് കോർണറാണ്, സുരക്ഷിതമായ ഒരു സ്ഥാനമാണ്. തിരമാലകളൊക്കെ അവിടേക്കൊക്കെ എത്താറാവുമ്പോഴത്തേന് അതിൻ്റെ രൗദ്രം കുറഞ്ഞിരിക്കും. ഓടി രക്ഷപ്പെട്ട് കയറാൻ പറ്റും. പീപ്പിൾ എക്സ്പെക്ട് ദെയർ മിറക്കിൾസ് ഇൻ ദെയർ സേഫ് കോർണർ. അതായത് സുരക്ഷിത സ്ഥാനത്ത് നിന്ന് വലിയ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് എന്ത് വിടാൻ മനസ്സില്ല? പള്ളി വിടാൻ മനസ്സില്ല, പാരമ്പര്യം വിടാൻ മനസ്സില്ല, അല്ലേ? ഇപ്പം 3 ആരാധനയുണ്ടല്ലോ പാസ്റ്റർ, ഞാൻ ആദ്യത്തേൽ വന്ന് പൊക്കോളാം, അല്ലെങ്കിൽ ഞാൻ 3-ാമത്തേന് വന്നോളാം. അപ്പം അതും എനിക്ക് വിടണ്ട, ഇതും വിടണ്ട. ഇവിടെ വരുമ്പം പാസ്റ്റർക്കും സന്തോഷമായി, അവിടെ പോകുമ്പം അവർക്കും സന്തോഷമായി. അവർക്ക് എന്ത് വിടാൻ മനസ്സില്ല? കര വിട്ട് അധികം ദൂരം പോവാൻ അവർക്ക് മനസ്സില്ല. പക്ഷെ അവിടെ കിടന്ന് അവർ പ്രതീക്ഷിക്കുന്നത് എന്തുവാ? കര വിട്ടവർക്ക് ലഭിച്ച, ആഴക്കടലിലോട്ട് പോയ, ആഴമായ തീരുമാനങ്ങൾ എടുത്ത് ജീവനെ പണയം വെച്ച് ഇറങ്ങിപ്പോയവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കും വേണം. ശ്രദ്ധിച്ചാട്ടെ, കരയിൽ കിടക്കുന്ന അല്ലെങ്കിൽ കരക്കടുത്ത് കിടക്കുന്ന പടകിൽ തന്നെ കർത്താവ് കയറിയത്. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാ. ഞങ്ങളുടെ പടകിൽ കർത്താവിനെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് പിന്നെ കർത്താവ് പറയുന്നു ഒന്നും അവരെന്ത് ചെയ്യത്തില്ല, അനുസരിക്കത്തില്ല. കയറിയ ഉടനെ കർത്താവ് പറഞ്ഞ തന്നെ അല്പം നീക്കാൻ പറഞ്ഞു, അല്പം നീക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പം പറഞ്ഞു, പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പം പറഞ്ഞു, ഇനി എന്ത് ചെയ്യാം, നമുക്ക് ആഴത്തിലോട്ടും പോവാം. നമുക്ക് കർത്താവ് കയറി ആദ്യം പറയുന്നത് എന്തുവാണെന്നറിയാമോ?
നീ അല്പം നീങ്ങ്, നീ ഒന്ന് നീ കുറച്ചൊന്ന് വിട്ടുവാ. അത്ഭുതം നിനക്ക് അവിടെ അല്ല, അത്ഭുതം വേണോ എന്നോടൊപ്പം നീ ആഴക്കടലിലോട്ട് വാ. ജീവിതത്തിലെ കർത്താവ് പറയുന്ന, നമുക്ക് വേണമെങ്കിൽ പത്രോസിൻ്റെ അപ്പോഴത്തെ മെൻറ്റാലിറ്റി, അന്നേരത്തെ മാനസിക സ്ഥിതിയൊക്കെ നിങ്ങൾ നോക്കിക്കോണം കേട്ടോ. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല, വലയൊക്കെ കഴിയും, ആകെ ഇങ്ങനെ അങ്ങ് വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞ് നിരാശയോടിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, കർത്താവുമായുള്ള ഈ എൻകൗണ്ടർ നടക്കുന്നത്. പോകാൻ നേരത്ത് കയറ്റിയത് തന്നെ വലിയ കാര്യമെന്ന് വിചാരിക്കാനുള്ളതിന് അല്ലേ, വീട്ടിൽ പോകാൻ നിൽക്കുമ്പോഴായും വന്ന് കയറുന്നേ. കയറ്റിയത് തന്നെ വലിയ കാര്യമെന്ന് വിചാരിക്കാനുള്ളതിന് കയറ്റി കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞു, ഒരല്പം ഒന്ന് നീക്കാൻ പറഞ്ഞു. കയറ്റേണ്ടിയിരുന്നില്ല എന്നിപ്പോൾ ചിലർക്ക് തോന്നുന്നുണ്ടാവും അല്ലേ. ഇവരെ വീട്ടിൽ കയറ്റേണ്ടതേ ഇല്ലായിരുന്നു, ഇവരുടെ ഹോളിലേക്ക് കയറേ വേണ്ടായിരുന്നു. വേണ്ട. അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയുന്നത് എന്നാണെന്നറിയാമോ, യുവർ മിറക്കിൾ ഇസ് നോട്ട് ഹിയർ. നിൻ്റെ അത്ഭുതം ഇവിടെ അല്ല. നിൻ്റെ അത്ഭുതം നിനക്ക് പ്രാപിക്കണമോ, ലെറ്റ്സ് ഗോ സംതിങ് മോർ ഡീപ്പർ. കുറച്ചുകൂടെ ആഴത്തിലേക്ക്, കുറേയും കൂടെ. അതെ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉടനെ സൗഖ്യമാക്കിയെടുത്തുണ്ടല്ലോ ഊരിന് പുറത്ത് കൊണ്ടുപോയത്. ഇന്ന് ആരോടൊക്കെയോ കർത്താവ് പറയുന്നു, കുറച്ചും കൂടെ കരവിടാനുണ്ടെന്ന്. നിന്നെ കണ്ട കരവിട്ടവനെ പോലെ തോന്നുന്നില്ല. കുറച്ചുകൂടെ ജീവിതത്തിൽ നീ ചിലതൊക്കെ ഇനിയും കൂടെ വിടാനുണ്ട്. ഇപ്പോഴും നീ ഒരു സേഫ് കോർണറിൽ തന്നെ, ഇപ്പോഴും നീ ഒരു സുരക്ഷിത മേഖലയിൽ തന്നെ എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും നിന്നെ നിർത്താം. അല്ല, അങ്ങനെ ഉണ്ട് ചില ആളുകൾ, അവനെ എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഉപയോഗിക്കാം എന്ന് പറയുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലരെ കുറിച്ച് അവനെ ആ കാര്യത്തിന് പറ്റില്ല കേട്ടോ. ഞാൻ ചോദിക്കട്ടെ, കര പൂർണ്ണമായും വിട്ടോ? കർത്താവ് പടകിലൊക്കെ ഉണ്ട് കേട്ടോ. കരയ്ക്ക് അടുത്ത് കിടക്കുമ്പോൾ തന്നെ കർത്താവ് വന്ന് പടകിൽ കയറിയത്. അല്പം നീക്കിയപ്പോഴും കർത്താവ് പടകിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവ് പറയുന്നു, യുവർ മിറക്കിൾ നീഡ്സ്, നിൻ്റെ അത്ഭുതത്തിന് നീ കുറച്ചുകൂടെ മുന്നോട്ട് വന്നെങ്കിലേ എന്ത് ചെയ്യത്തുള്ളൂ, സാധിക്കത്തുള്ളൂ. പലരുടെയും ജീവിതത്തിൽ അത്ഭുതം നടക്കാത്തത് കർത്താവ് പറഞ്ഞ ദൂരത്തോളം നീ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ടില്ല. ശരിയാ, നീ പടകിൽ കർത്താവിനെ കയറ്റി എന്നുള്ളത് വാസ്തവമാണ്. നിന്റെ പടകിലൂടെ കർത്താവ് സംസാരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. അനേകരെ യേശുവിനെ അറിയുവാൻ നിന്റെ പടക് ഒരു മുഖാന്തരമായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ നിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ നിനക്ക് വേണമെങ്കിൽ, നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിച്ച വിടുതൽ നിനക്ക് വേണമെങ്കിൽ, തിരുത്തി പറയാം, നിന്റെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു വിടുതൽ കർത്താവിന് ചെയ്യണമെങ്കിൽ നീ കുറച്ചുകൂടെ കരവിട്ട് വന്നേ പറ്റൂ. തയ്യാറുണ്ടോ ഇന്ന് പകൽക്കാലം? ഇത്രയും തന്നെ വന്ന പാട് എനിക്കറിയാം, ഇത്രയും തന്നെ വന്ന പാട് എനിക്കറിയാം. നീ പറയുന്നത് ഇനിയും വരണം എന്നാണോ? വേണം കുഞ്ഞേ. നീ ആഗ്രഹിച്ച അത്ഭുതത്തെ, പത്രോസിന് ആഗ്രഹമൊന്നുമില്ല. എനിക്ക് തോന്നുന്നില്ല പത്രോസ് ഇവനെ കയറ്റിയത് മീൻ കിട്ടുന്നത്. പത്രോസിന് ഒരു ആഗ്രഹമില്ല, അവൻ്റെ ആഗ്രഹമൊക്കെ പോയി കിടക്കുക. പക്ഷെ കർത്താവിന് അവനെക്കുറിച്ചൊരാഗ്രഹമുണ്ട്. God has a miracle. ദൈവത്തിന് നിന്നെക്കുറിച്ച്, കർത്താവിന് നിനക്ക് ചിലത് തരാനായിട്ട്, കർത്താവിന് നിന്റെ കയ്യിൽ ചിലത് ഏൽപ്പിക്കാനായിട്ട് കർത്താവിനൊരാഗ്രഹമുണ്ട്. അവനെ മാനിച്ച, അവനെ അംഗീകരിച്ച, അവനെ സ്വീകരിച്ച, അവന് ശുശ്രൂഷ അവസരം ഉണ്ടാക്കി കൊടുത്ത നിന്നെ മാനിക്കാൻ കർത്താവിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിന്റെ ജീവിതത്തിൽ നിറവേറണമെങ്കിൽ കരവിട്ടൽപ്പം കൂടെ വാ. അവിടെ നമുക്ക് പിണക്കം കർത്താവിനുണ്ട്. കർത്താവ് അവിടെ നമ്മൾ കിണുങ്ങിക്കൊണ്ട് നിൽക്കുക അല്ലേ? കർത്താവ് അതെ ഞാൻ വെള്ളത്തിൽ തന്നെ, ഞാൻ ഇത്രയൊക്കെ വന്നില്ലയോ അപ്പാ? നോ 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 ഇല്ല. നിൻ്റെ ആശയറ്റ സ്ഥാനത്ത് നിനക്കൊരു പ്രതീക്ഷയുമില്ലാതിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഉള്ളത്തിൽ നിന്നെ എങ്ങനെ മാനിക്കണം, നിന്നെ എങ്ങനെ ഉയർത്തണം, നിന്നെ എങ്ങനെ അനുഗ്രഹിക്കണമെന്ന് കർത്താവ് ഒന്ന് നിശ്ചയിച്ചിട്ടുണ്ട്.
കർത്താവ് ഒന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അത് നിനക്ക് നൽകി തരാൻ വേണ്ടിയാ നിന്നോട് അല്പം കൂടെ മുന്നോട്ട് വരാനായിട്ട് പറയുന്നത്. അല്പം കൂടെ ഒന്ന് കരവിടാമോ? എല്ലാവർക്കും ദിവസം എഴുന്നേറ്റ് നിൽക്കാം. അല്പം കൂടെ ഒന്ന് കരവിടാൻ മനസ്സുണ്ടോ? അല്പം കൂടെ ഒന്ന് കരവിടാൻ, അല്പം കൂടെ ഒന്ന് ലോകത്തെ വിടാൻ, അല്പം കൂടെ ഒന്ന് കരവിടാൻ നിനക്ക് മനസ്സുണ്ടോ? കർത്താവേ, അങ്ങനെ ആയാൽ പിന്നെ എങ്ങനെ? കാണിച്ചു തരാം, നീ വാ. നമ്മൾ ചിലരൊക്കെ പിടിവാശയായിട്ട് നിൽക്കുകയല്ലേ. കർത്താവ് ഇവിടെ നിന്ന് പ്രവർത്തിച്ചാൽ എന്നെ കർത്താവിന് കഴിയുന്നത്. അവൻ കർത്താവില്ലേ, അവൻ എൻ്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ടാണ് പറഞ്ഞേ, നീ അല്പം കൂടെ ഒന്ന് കരവിട്. ചിലതിനോടൊക്കെ നീ ഒന്ന് യാത്ര പറ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് വ്യക്തമായിട്ട് നിന്നോട് സംസാരിക്കുക. നിന്നിൽ ആരംഭിച്ച ദൈവപ്രവൃത്തി അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ, അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നീ അല്പം കൂടെ ഒന്ന് കരവിടുമോ? അല്പം കൂടെ ഒന്ന് കരവിടാമോ? സേഫ് സോണിൽ നിന്ന് റിസ്കി സോണിലേക്ക് മാറുക. സുരക്ഷിത സ്ഥാനത്ത് നിന്ന് അപകടം പതിയിരിക്കുന്ന, എന്നിട്ടും കിട്ടിയില്ലെങ്കിലോ എന്നൊന്നും നീ ചോദിക്കണ്ട. പറഞ്ഞയച്ചവൻ തരാതെ മടക്കി വിടത്തില്ല. രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചതല്ലേ, ഒന്നും നടന്നില്ലല്ലോ. ഡസൻറ്റ് മാറ്റർ, അതിവിടെ വിഷയമല്ല. എൻ്റെ കർത്താവ് പറയുന്നു, കരവിട്ട് അല്പം കൂടെ വാ. ആരോടൊക്കെയോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് പറയുന്നു, ജീവിതത്തിൽ വിടേണ്ട ചിലതും കൂടെ ഉണ്ട്. നിൻ്റെ ആ സേഫ് കോർണറൊന്ന് വിട്ടേച്ച് ലോകത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നത്, കരയോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നത്, നിൻ്റെ പ്രിയപ്പെട്ടവരോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നത്, എപ്പം വേണമെങ്കിലും നിനക്ക് ഓടി രക്ഷപ്പെടാമെന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ നിൽക്കുന്ന ആ എടുത്ത സ്റ്റെപ്പുണ്ടല്ലോ, അത് വിട്. അത് വിട്ടിട്ട്, കർത്താവേ, നീ പറയുന്ന ദൂരത്തോളം ഞാൻ വരാം, നീ പറയുന്ന അത്രയും ആഴത്തിലേക്ക് ഞാൻ വന്നേക്കാം. ദൈവാത്മാവ് ചില വ്യക്തികളോട് വളരെ വ്യക്തമായി പറയുന്നു, നീ കരയോട് പറ്റിച്ചേർന്നിരുന്ന് കരയിൽ നിന്ന് അല്പം വിട്ടിട്ടുണ്ട്. അങ്ങനാണോ നീ കർത്താവിനെ സേവിക്കുന്നത്? അതോ അടുത്ത സ്റ്റെപ്പിലേക്ക് നിനക്ക് വരാൻ നിനക്ക് മനസ്സുണ്ടോ? എല്ലാ കണ്ണുകളും അടയട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായിട്ട് ഏതാണ്ട് നമ്മളോട് ഇടപെട്ട് കഴിഞ്ഞു. വളരെ വ്യക്തമായിട്ട് കരവിട്ട് തന്നെ നീ മാറണമെന്ന് കർത്താവ് പറയുക. നീ ഏതായാലും അവനെ നിൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ചല്ലോ, അംഗീകരിച്ചല്ലോ. അങ്ങനെയെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന ദൂരത്തോളം, അവൻ ആഗ്രഹിക്കുന്ന ദൂരത്തോളം, അവൻ പറയുന്ന ദൂരത്തോളം മറ്റൊന്നും ചിന്തിക്കാതെ പോകാൻ നിനക്ക് തയ്യാറാകുമോ? നിന്നെ ലജ്ജിക്കുവാൻ ദൈവം ഇടവരുത്തത്തില്ല. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട അങ്ങയുടെ വചനത്തിനായിട്ട് സ്തോത്രം. അടിയനോട് നീ സംസാരിച്ചതിനായിട്ട് സ്തോത്രം. നീ എന്തു പറയുന്നുവോ അതതിൻ്റെ പൂർണ്ണമായ അളവിൽ കരചുറ്റിപ്പറ്റി നിന്നെ ശുശ്രൂഷിക്കുന്നവനായിട്ടല്ല, അങ്ങ് പറഞ്ഞോലെ ആഴക്കടങ്ങളിലേക്ക് ഇറങ്ങി അങ്ങയുടെ മഹത്വവും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ നന്മയും അനുഭവിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നപ്പാ. ഇന്ന് ആഴക്കടലിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ്. കരയോട് യാത്ര പറയുന്നു. ദൈവിക അത്ഭുതങ്ങളുടെ പൂർണ്ണത ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ ചുവടെടുക്കുകയാണ്. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് ചില ജീവിതങ്ങളെല്ലാം ഇന്ന് പകൽക്കാലം ഒരു തീരുമാനത്തിലേക്ക്, പ്രതിഷ്ഠയിലേക്ക്, കരയോടവരെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ആ ബന്ധങ്ങളെ വിട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് ആഴക്കടലിൽ നീയുമായി ചേർന്ന് യാത്ര ചെയ്യുന്നൊരനുഭവവും
അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന നന്മകളും പ്രാപിപ്പാൻ ഞങ്ങൾ ആഗ്രഹിച്ചതിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്ന നാഥ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.